ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നീർദോശയും ചട്നി ഉണ്ടാക്കാം കേട്ടോ. അരി അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിതൊന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരൽപ്പം തേങ്ങ ഇട്ടിട്ടുണ്ട്. രാത്രി ചോറില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായി എന്നറിയില്ല, നോക്കട്ടെ. ചോറുണ്ടായില്ല, അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ എടുത്തിട്ട് ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചതാണ്. അപ്പോൾ വെന്തിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് പാകമായിട്ടുണ്ട്. ഇനി അല്പം ചോറ് ഉടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പറയാൻ പറ്റുമോ, ഇടാനും ഞാൻ മറന്നു. അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കലക്കിയാലും മതി കേട്ടോ. ഞാൻ അരക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് അരക്കാറ്. ഇനി നമുക്കതൊന്ന് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരി അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശ ചുടുന്നതിന് മുമ്പ് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചട്നിക്കുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി മുറിച്ച് വെക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കാനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്കുള്ള താളിപ്പ് കൂടി റെഡിയാക്കി എടുത്ത ശേഷം നമുക്ക് ദോശ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, ഇനി അല്പം കറിവേപ്പില കൂടി. ചട്നിയിലേക്ക് ചേർക്കണം. അപ്പോൾ എണ്ണ തളിച്ചത് ഞാൻ ചട്നിയിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നീർദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പിന്നെ കൊടുക്കാം. മുകളിലായിട്ട് അല്പം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇതിനേക്കാളും നേർത്തിട്ടൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിയൊക്കെ ഇതിലൊക്കെയാണ് പേപ്പർ പോലെ ഉണ്ടാവും. പേപ്പർ നോക്കി അർത്ഥം കാണുന്ന വിധത്തിലൊക്കെ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. എന്നെ കൊണ്ട് അങ്ങനെ അത്രയ്ക്കൊന്നും ആവില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെള്ളം അധികമാകുമ്പോൾ അത് എടുക്കാൻ കിട്ടില്ല. ഈ ഒരു ഭാഗത്തിന് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ചുട്ടെടുത്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ദോശയും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറധികമായിട്ട് കടി കളിപ്പിച്ചു. നമുക്ക് പിന്നെ അത് കുറച്ച് കല്ലിന് എടുത്താൽ കിട്ടില്ല.
അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ളവരുടെ വിജയം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.